സോ ഗൈസ് ഇന്ന് ഞങ്ങൾക്ക് മാരത്തോൺ സിനിമയാണ് ബസൂക്ക. തുടക്കം തന്നെ നമ്മള് ദ ബിഗ് എം എന്ന് തുടങ്ങിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ ബസൂക്ക കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ജിത്തുബായ് ദ ഗ്രേറ്റസ്റ്റ് എവർ ഫാൻ ബോയ് ഓഫ് മമ്മൂക്ക. ഇയാള് കംപ്ലീറ്റ്ലി ഒരു മമ്മൂക്ക ഫാൻ ബോയുടെ ത്രില്ല് അടിച്ചിട്ടാവും ഈ ഒരു റിവ്യൂ അടിക്കാൻ പോകുന്നത് ഗൈസ്. ഇയാളെ സൈഡ് കംപ്ലീറ്റ് ഒരു മമ്മൂക്ക ഫാൻ എങ്ങനെ ഈ സിനിമ ത്രില്ല് അടിച്ചു എന്നുള്ളത് മമ്മൂക്ക ഫാൻസിന് അടിച്ചു പൊളിക്കാനുള്ള അത് സീരിയസ് ആയിട്ടുണ്ട്. മമ്മൂക്ക ഫാൻസിന് ആറാടി ആഘോഷിക്കാനുള്ള വിഷ്വൽസ് ഉണ്ട്. ഇന്ന് മുതലേ വിഷു സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കരമായ വിഷ്വൽസ് ഉണ്ട്. പിന്നെ ടൈറ്റിൽ കാർഡ് മക്കളെ മമ്മൂക്കാക്ക് എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം, ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം ഒരു കിഡിലൻ ടൈറ്റിൽ കാർഡ്. ബട്ട് കുറെ കണ്ട ടൈറ്റിൽ കാർഡാണ്. ഇപ്പൊ അടുത്തൊക്കെ കുറെ ആളുകൾക്ക് കിട്ടിയ ടൈറ്റിൽ കാർഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സീൻ. ടൈറ്റിൽ കാർഡ് കൊള്ളായിരുന്നു. കാരണം മമ്മൂക്കാക്ക് ഒരു വെറൈറ്റി സാധനം ഈ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. സോ ഫാൻസിന് ആഘോഷിക്കാനുള്ള സാധനം. അതെ. സോ കമ്മിങ് ടു ദ ഡയറക്ടർ ഡീനോ ഡെന്നിസ് ഡൺ എ ഡീസന്റ് ജോബ്, വെരി ഡീസന്റ് ജോബ്. ബിക്കോസ് ഇത് ഭയങ്കര ബഡ്ജറ്റിൽ ഭയങ്കര വലുതാക്കി ചെയ്യേണ്ട ഒരു പ്ലോട്ടാണ്. ഓക്കെ, റോബറി, തെഫ്റ്റ്, അതിനെ തുടർന്നുള്ള അന്വേഷണം, അതൊരു ഭയങ്കര എനിക്ക് തോന്നുന്നു ഇതിന്റെ കഥ തന്നെ ഈ ഡീനോ ഡെന്നിസ് എഴുതിയ സമയത്ത് മേ ബി ഒരു ഭയങ്കര ബഡ്ജറ്റില് ഭയങ്കര ഒരു ഹീറോ. ഇപ്പൊ മമ്മൂക്കാനെ വെച്ചിട്ട് ഭയങ്കര ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോഴും ഇവിടേക്ക് ഒരു ബഡ്ജറ്റ് കട്ട് ചെയ്യുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ഈ അത് ഫസ്റ്റ് ഹാഫിൽ ചില സീനുകളിൽ എനിക്ക് തോന്നി ബഡ്ജറ്റ് എവിടെ ഒന്ന് കൺട്രോൾ ചെയ്ത പോലെ തോന്നി. ഇതിങ്ങനെ അഴിച്ചു വിട്ടാൽ ഭയങ്കര ഇവിടെ എത്തിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പടം, അങ്ങനത്തെ ഒരു പ്ലോട്ടാണിത്. കാരണം ഏകദേശം നമ്മൾ കണ്ട ആ സാധനം തന്നെ, തെഫ്റ്റ്, റോബറി, ആ സാധനങ്ങൾ തന്നെ സംഗതി. ബട്ട് ഇതിന്റെ മെയിൻ USP ഡയറക്ടർ തന്നെ ഡീസന്റ് ജോബ്. മമ്മൂക്കായിലേക്ക് നമുക്ക് വരാം. പക്ഷെ എനിക്ക് ഒരാളുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ BGM ചെയ്ത മുതല് മക്കളെ, അതൊരു 1.5 സയ്യിദ് അബ്ബാസ്. മാൻ, യു നെയിൽഡ് ഇറ്റ്. ഒന്നും പറയാനില്ല. തിയേറ്ററില് എനിക്കെന്താ പറയുക, ചില സീൻസ് ഒന്നും ആ ബീജത്തിനായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിലും ആ BGM മക്കളെ, ചില സാധനങ്ങള് ഗൗതം വാസുദേവ് മേനോന് വെച്ചൊരു സാധനം, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന സീനിൽ ഒരു ഫോറിൻ ലേഡിക്ക് വെച്ചൊരു BGM. മമ്മൂക്കാൻ്റെതാണ് കൂട്ടത്തിൽ ഒന്നിരുന്ന സാധനം അല്ലെ. ബാക്കി എല്ലാ സാധനം, ദ എൻറ്റയർ മൂവി ഈ സയ്യിദ് അബ്ബാസിന്റെ ഒരു എലിവേഷൻ ഉണ്ട് ഇതിനകത്ത്. ഈ BGM വെച്ചിട്ടുള്ള ഒരു കളി മൂവി മൊത്തം എല്ലാ സീനിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സാധനം കംപ്ലീറ്റ് സാധനം പിടിച്ചു നിർത്താൻ സ്ട്രെങ്ത് ഉള്ള ഒരു സാധനം. കാരണം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കിട്ടാം, നമുക്കെന്ന് പറയില്ല, എനിക്ക് ഫസ്റ്റ് ഹാഫിൽ പടത്തിന്റെ പല പോർഷൻസും വളരെ വീക്കായിട്ടാണ് തോന്നിയത്. ബട്ട് ഓൺ എ സെർട്ടൈൻ മൊമെന്റ് ഈ BGM കയറി അടിക്കും, അത് ഹയ്യാവും. കാരണം ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് ആ BGMന്റെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് സയ്യിദ് അബ്ബാസ് ഫസ്റ്റ് ഹാഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പടം ബിൽഡ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ബിൽഡപ്പ് ആണ് മൊത്തത്തിൽ. ഇങ്ങനെ ക്യാരക്ടർ ഇങ്ങനെ അതിന്റെ ഓരോ ക്യാരക്ടറിന്റെ ആർക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരികയാണ്. അതിൽ തന്നെ മമ്മൂക്കാന്റെ ക്യാരക്ടറിന്റെ ആർക്ക് അവരൊരിക്കലും അങ്ങനെ അങ്ങോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. ബട്ട് ഹക്കീമിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. പല സമയത്ത് നമുക്ക് തോന്നുന്നു സിനിമയിൽ ഇതിപ്പോ എന്താണ് ബസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവിടുന്ന് നറേഷനാണ് മൊത്തത്തിൽ അങ്ങനെ നറേറ്റ് ചെയ്ത് പോവാണ്. ഹക്കീം ഷാന്റെ ക്യാരക്ടറിന് ഒരു ഡിഫറെന്റ് ആർക്ക്, ഒരു ഗെയിമർ ആർക്ക് കൊടുത്തിട്ട് കഥ അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു ബസ്സിനകത്ത് സ്റ്റോറി അങ്ങനെ പോകുന്നു. പിന്നെ അതിനെ തുടർന്ന് നടക്കുന്ന നമ്മള് സിനിമ കാണുമ്പോൾ ഒരു നോർമൽ രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാരും ഈ ഹക്കീം ഷാന്റെ ക്യാരക്ടർ നിങ്ങളെ പടമാണ്, സ്പോയിലർ അടിക്കരുത്. അപ്പൊ സീൻ ബൈ സീൻ ഒന്നുമില്ല, സ്പോയിലർ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ആ കുഴപ്പമൊന്നുമില്ല, ഇല്ല അതൊന്നും ബാധിക്കില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ കട്ട് ചെയ്തല്ലോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട്. എന്താ പറയുക, ഫാൻ ബോയ് അടിച്ച് കയറി തലയ്ക്ക് അടിച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ലോ ആയിട്ട്, കാരണം എന്താ പറയുക, കുറെ ക്രിഞ്ചി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിനകത്ത്. കുറെ അൺവാണ്ടഡ് കോമഡികൾ, ഒരാവശ്യമില്ല ആ സാധനത്തിനകത്ത്. അങ്ങനെയൊക്കെ കിടന്ന് അടിച്ച കോമഡി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകം സാധനങ്ങളായിരുന്നു. അങ്ങനെ 1-2 പോർഷൻസ് ഒക്കെ വളരെ എന്താ പറയുക, അതിന്റെ ഫ്ലോന്, സിനിമയുടെ ഒരു ഫ്ലോനുള്ള കോമഡികളിൽ മുന്നേയും അങ്ങനത്തെ കുറച്ചെണ്ണം ക്ലിക്ക് ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള വീണ്ടും അടിച്ചു നോക്കിയത് നല്ല കോമഡിയാണ് നിങ്ങളത്. പക്ഷെ നിങ്ങൾ അത് ആവശ്യമില്ലാതെ കൊണ്ട് കുറെ അൺവാണ്ടഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക വരുന്ന സമയത്ത് മമ്മൂക്കാന്റെ ഏജിനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അതിനൊന്നും ഒരു ആവശ്യമില്ല. മലയാളികൾക്ക് അറിയുന്ന സ്കീമുകളാണ്. സോ അതൊക്കെ എടുത്ത് വെച്ചത് എനിക്ക് അപ്പോഴൊക്കെ എനിക്കത് ഇങ്ങനെ അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് വന്നെങ്കിലും ഫസ്റ്റ് ഹാഫ് എനിക്കിങ്ങനെ ഇരുന്ന് പോയി പതിഞ്ഞു പോയൊരു സാധനമായിട്ട് തോന്നിയത്. കമ്മിങ് ടു ദ സെക്കൻഡ് ഹാഫിൽ ഒരു 10 മിനിറ്റാണ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പടം പിക്കപ്പ് ആയി. ഫസ്റ്റ് ഹാഫിൽ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് ഹാഫിൽ. രണ്ടും ഒരു സെക്കൻഡ് ഹാഫിൽ പടം പിക്കായി. സെക്കൻഡ് ഹാഫ് പടം ഒന്നും കൂടെ ഫാസ്റ്റ് ആണ്, നമുക്ക് എൻഗേജ്ഡ് ആയിപ്പോയി. സെക്കൻഡ് ഹാഫ് നമുക്ക് പടം കുറച്ച് പ്രെഡിക്റ്റബിൾ ആണെങ്കിലും
പടം നല്ല രീതിയിൽ എന്തായി പിക്കപ്പായി. അപ്പോഴാണ് ശരിക്കും BGM കോൺട്രിബ്യൂഷൻ വന്നത്. അപ്പൊ ആ പേസില് പടം ഫാസ്റ്റ് ആണ്, അതിന്റെ കൂടെ BGM കൂടെ അങ്ങോട്ട് ആഡ് ആയപ്പോ പടം മൊത്തം ഉത്സവ പ്രതീതിയായി. പിന്നെ ഡീനോ ഡെന്നീസിന് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അങ്ങേർക്ക് പടം തീർക്കാറിയാം. അതായത് പടം ഞാൻ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല, ഒന്ന് ഇരുന്നതാണെങ്കിലും സെക്കൻഡ് ഹാഫ് പടം പിക്കായി. പടം കണ്ടറിഞ്ഞപ്പോ ചിലപ്പോ എല്ലാവർക്കും ആ അഭിപ്രായം വരാൻ ചാൻസ് ഇല്ല. എനിക്ക് പടം ബിൽഡ് ചെയ്ത് വരുമ്പോ അവിടെ കുറച്ച് സ്ലോയും കുറച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ഞാനും വിചാരിച്ചത്. എല്ലാ പടത്തിനും അങ്ങനെ തന്നെ തോന്നണം. അടുത്ത പടം മമ്മൂക്ക പടത്തിന് മാത്രം തോന്നിയാ പോരാ. അപ്പോ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ പടം ഈ പറഞ്ഞ പോലെ നല്ല എന്താ പറയാ എൻഗേജിങ് ആയിട്ട് ടുവേർഡ്സ് ദ എൻഡ് ഒക്കെ ടെയിൽ പോർഷൻസിലൊക്കെ നല്ല എൻഗേജിങ് ആയിട്ടാണ് വന്നത്. പിന്നെ മമ്മൂട്ടിയുടെ ആ ക്യാരക്ടറിന് കൊടുത്തൊരു ആർക്കുണ്ട്, അത് മാൻ അയാള് ഡെലിവർ ചെയ്തത് ഈ ചെങ്ങായിക്ക് ചെങ്ങായിക്ക് നടക്കും എന്ന് പറഞ്ഞാൽ ഇയാൾക്കേ പറ്റൂ. മലയാളത്തിൽ ഈ ചെങ്ങായിയുടെ ഒരു സ്വാഗ്, ഇയാൾ ഡെലിവർ ചെയ്യുന്ന ഒരു ബോഡി ലാംഗ്വേജ്, അയാൾക്ക് അയാളെ എങ്ങനെ സ്ക്രീനിൽ കാണിക്കണം നന്നായിട്ട് അറിയാം. ഓരോ ക്യാരക്ടറിനും എടുത്തു വെക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഒരു ബോഡി ലാംഗ്വേജ് വെച്ചൊരു കളി ഉണ്ട് ഇതിനകത്ത്. അത് കോസ്റ്റ്യൂം ഒക്കെ എടുത്ത് പറയേണ്ട സംഗതികളാണ്. നല്ല രീതിയിലില്ല. മമ്മൂക്കാനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ആ ഒരു മമ്മൂക്കാന്റെ സാധനം, മമ്മൂക്ക ഫാൻ ഇയാൾ ഇരിക്കുന്നത് പോലെ ത്രില്ലടിച്ച് നിങ്ങൾക്ക് രോമം കോരി ഇരിക്കാൻ പറ്റുന്ന കുറെ കാലത്തിന് ശേഷം മമ്മൂക്കാക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര BGM ഒക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര മാസല്ല ക്ലാസി ആയിട്ടുള്ള കുറെ സാധനങ്ങൾ സെക്കൻഡ് ഹാഫിൽ മമ്മൂക്കയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ കുറെ കൂടെ കൺട്രോൾഡ് ആണ് മമ്മൂക്കയും ഒക്കെ, പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആ ക്യാരക്ടർ കൊണ്ടാണ്. അതാണ്. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം, ഗൗതം വാസുദേവ് മേനോന്റെ ഒരു ലൈക്ക് എന്താ പറയാ കുറെയൊക്കെ ഫസ്റ്റ് ഹാഫില് എനിക്ക് ആ ഒരു ക്യാരക്ടർ അനുസരിച്ച് അങ്ങേര് പോയി. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് എയർ കൊടുത്തതിന് ശേഷം കൂടിയത് സീരിയസ് ആയിട്ട് അത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ എയർ പിടിച്ച് എന്തിനാ പിടിക്കുന്നത് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സംഗതിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫിൽ കുറെ അയാള് അയാൾ മാത്രം ആക്ട് ചെയ്യുമ്പോഴാണ് തോന്നുന്നത്. മറ്റേത് എനിക്ക് തോന്നുന്നു നമുക്ക് ആ കോമ്പിനേഷൻ ഒക്കെ വരുമ്പോൾ ഒരു അയാളെ പ്രഷറാണോ കുറച്ചും കൂടെ ഈ പടത്തില് ത്രൂ ഔട്ട് ആ സാധനം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രണ്ട് ക്യാമിയോ, ഒന്ന് ലാസ്റ്റും നമ്മള് കഴിഞ്ഞ ലാലേട്ടന്റെ പടത്തിലൊക്കെ ക്യാമിയോ വെയിറ്റ് ചെയ്തിരുന്ന ക്യാമിയോ ഉണ്ട്. പക്ഷെ അയാളൊക്കെ എങ്ങനെ ഇതൊക്കെ അയാളൊക്കെ കിട്ടണമെന്നുള്ള. പക്ഷെ ഞാൻ പറയട്ടെ, അതുവരെ ആ ഹാഫിൽ സിനിമയിൽ ആരും അങ്ങനെ ഹൈ ആയിട്ട്, ഈവൻ മമ്മൂക്കാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിലാണെങ്കിൽ പോലും ആളുകൾ എന്തില്ല വലിയൊരു ഹൈയിലായിരുന്നില്ല. ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമേന്റെ എൻറ്റയർ പ്ലോട്ടില് അത് മാത്രം അത്രയും ബിൽഡപ്പ് കൊണ്ടുപോയി വെക്കുമ്പോ അത് എല്ലാവർക്കും വർക്കാവില്ല. അപ്പൊ നമുക്കത് കാണുമ്പോൾ വി എക്സ്പെക്ടഡ് ദാറ്റ്, നമുക്ക് അറിയായിരുന്നു സാധനം വരുന്നുള്ളത്, അതാണ് എക്സ്പെക്ടഡ്. അല്ലാത്ത പക്ഷെ അത് നല്ല മാരക ഊക്ക് കിട്ടാനുള്ള വകുപ്പുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലാന്ന്? മമ്മൂക്ക ഫാൻസ് ഇല്ലേ? ഫാൻസ് നോക്കുന്നുണ്ടല്ലോ. എന്താണ് പറഞ്ഞുവിടുന്നു, തല്ലിപ്പൊളിനെ പറഞ്ഞുവിടുന്നോ എന്തോന്ന് പറയണ്ടല്ലോ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പറയണ്ടല്ലേ. പക്ഷെ എന്താ പറയാ, ഒരു എന്താ പറയാ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അങ്ങേർക്ക് അങ്ങനെ റോള് കിട്ടി. അതൊരു മമ്മൂക്ക പടത്തില് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സിനിമയുടെ അല്ലെങ്കിലും മമ്മൂക്ക ഒരു പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് മമ്മൂക്ക. ഈ ക്യാമിയോനെ കുറിച്ച് നമ്മൾ പറയണ്ട. അപ്പൊ അത് ആറാടിയ ക്യാമിയോ ആയിരുന്നു, അതങ്ങനെ പോയി. പിന്നെ ഏറ്റവും ലാസ്റ്റ് വേറൊരു ക്യാമിയോ വന്നു. എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല. അതോ ഈ സിനിമയുള്ള പോർഷൻസ് അയാൾ വെട്ടിക്കളഞ്ഞതാണെന്ന് അറിയില്ല. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ നമുക്ക് അയാൾ അതോ ഇനി ഡയലോഗ് കൊടുക്കാതെ സംസാരിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് ഡയലോഗ് കൊടുക്കാത്തതാണോന്നും അറിയില്ല. സീനില്ല, സെക്കൻഡുകൾ മാത്രം മിഞ്ഞു പറഞ്ഞു പോയി. വെട്ടിക്കളഞ്ഞാവുന്നുണ്ട് അയാൾക്ക്. എനിക്ക് തോന്നുന്നു അയാളെ മറ്റേ സിനിമയല്ലേ നമ്മളെ ആസിഫ് അലിന് ചാക്കിന്റെ ഉള്ളിൽ കൂടി മാത്രം കാണിച്ച റൊഷാക്കില്ല, അത് ഇതിലും ബെറ്റർ ആയിരുന്നു. ഇയാളെ കൊടന്നിട്ട് എന്തിനാണ് ആ സംഗതി എനിക്ക് മനസ്സിലായിട്ടില്ല. അയാൾ അതോ ഇനി മനഃപൂർവ്വം അവര് കട്ട് ചെയ്ത് കളഞ്ഞാണോന്ന് അറിയില്ല. സെക്കൻഡ് ക്യാമിയോന്റെ ഒരു പിന്നായം പോലെ അവിടെ ഇവിടെയൊക്കെ മാസ്കിനകത്ത് കുറച്ച് കണ്ണ് കാണിച്ച് ലാസ്റ്റാണ് മുഖം കാണിച്ചത്. ഡയലോഗും കൊടുത്തില്ല, വലിപ്പിച്ചതാണ് തോന്നുന്നു ആശാനെ. എന്താണെങ്കിലും നന്നായിട്ട് വലിയുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് പടം നോക്കിക്കഴിഞ്ഞാൽ ഫോർ മീ ദിസ് ഈസ് എ ആവറേജ് മൂവി. ഒരു എന്താ പറയാ, നമ്മൾ കണ്ടിട്ടുള്ള കുറെ പ്ലോട്ടും കാര്യങ്ങളും ഒരു എന്താ പറയാ കൂടുതൽ എക്സൈറ്റ്മെന്റ് ഫാക്ടേഴ്സ് തരാതെ ഡീസന്റ് ആയിട്ട് കൊണ്ടുപോയി തീർത്ത ഒരു ടൈലന്റ് ഉണ്ട്, ഒരു നല്ല ടൈലന്റ് ഉണ്ട് കേട്ടോ, നല്ല ടൈലന്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് വാസ് വെരി എൻഗേജിങ്.
ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇങ്ങനെ ഒരു ക്ലീഷ്യ സാധനം അടിച്ചിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫ് വാസ് ഡീസൻറ്റ്. നല്ല ഒരു ടൈലൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബി ജി എമ്മും മമ്മൂക്കാൻ്റെ സ്വാഗും പടത്തിനെ പൊളിച്ചിട്ടുണ്ട്. കഥയിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചിലർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഗതി ആയിരിക്കാം. പിന്നെ കഥ റിവോൾവ് ചെയ്യുന്ന ഒരു പ്ലോട്ട് ഉണ്ടല്ലോ, ഒരു ഗെയിമർ കൈൻഡ് ഓഫ് തിങ്. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ കുറേ ആൾക്ക് കണക്ട് ആവാൻ പാടാ. ടുവേർഡ്സ് ദ എൻഡ് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണക്ട് ആയി. ചില കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലേ? കണക്ട് ആയി. ലാസ്റ്റ് നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നു കണക്ട് ആയത്. അല്ല, ഏറ്റവും ലാസ്റ്റ് കുറച്ച് സാധനങ്ങൾ മാറി മറിയുന്നുണ്ടല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. പടം കാണണം. പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ എന്താ പറയാ, നിങ്ങളെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കും ഈ പടം. ജിത്തുബായിക്ക് പടം എങ്ങനെ? എനിക്ക് ഫസ്റ്റ് ഹാഫിൽ സൂപ്പർ അടിപൊളി, എനിക്ക് എക്സലന്റ് ആയിട്ടാണ് പറയുന്നത്. എക്സലന്റ് വർക്ക് ചെയ്തത്. മമ്മൂക്ക ഭയങ്കര ഗ്രേസ് ആണ്. മമ്മൂക്ക എന്താ പറയാ, പടം മൊത്തം ആ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നി ആ സിനിമ ബിൽഡ് ചെയ്ത് വരാൻ ആ പറഞ്ഞ സംഭവങ്ങളെല്ലാം, അതിലുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ആവശ്യമായിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫിൽ മാസ്മരികമായുള്ള പ്രകടനങ്ങളും മാസ്മരികമായ പടത്തിന്റെ കാര്യങ്ങളെല്ലാം ഓൾവേസ് മമ്മൂക്ക നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഞെട്ടാൻ തയ്യാറായിട്ട് മലയാളികൾ. മലയാളമല്ല, മമ്മൂക്ക ചെയ്യുന്ന പടം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ തോന്നി. അല്ല, ബാക്കി ആ പടത്തിന് നല്ല അടിപൊളിയായിട്ട് കെട്ടുറപ്പുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ആ പടം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നത്. നമ്മളൊരിക്കലും നമുക്ക് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സിനിമ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല രീതിയിലും പലരും ചിന്തിക്കും. 10 ആള് പടം കാണുമ്പോൾ എനിക്കൊന്ന് 10 രീതിയിൽ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും അല്ലാത്തൊരു ട്വിസ്റ്റാണ് സിനിമയിലുള്ളത്. ഓക്കെ, അപ്പോൾ മമ്മൂക്ക ഫാനിന് ഭയങ്കര സന്തോഷമാണ്, ആഘോഷിക്കാൻ. മമ്മൂക്ക ഫാൻസ് ഒന്നും അധികം പ്രൊമോട്ട് ചെയ്യാത്ത, അധികം ഇതിലൊരു പ്രൊമോഷൻ സംഗതികളോ സീറോ ആണ് പ്രൊമോഷൻ ഒക്കെ പോയിട്ടുള്ളത്. ഫോർ മീ ദിസ് ഈസ് ആൻ വെരി ഡീസെന്റ് ആൻഡ് ആവറേജ് മൂവി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്ലോട്ടിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല എന്താ പറയുക BGM ഒക്കെ സെറ്റ് ചെയ്ത് അവർക്ക് കിട്ടിയ കാശിന് അവർ പണിഞ്ഞിട്ടുള്ള ഒരു സാധനം. ഡയറക്ടർ ആണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എല്ലാവരും ഒരു ഡീസെന്റ് സാധനം. കൊള്ളാം. അനക്കോ? ഒരു ഡീസെന്റ് മൂവിയാണ്. അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത സിനിമയ്ക്ക് വരണം. മമ്മൂക്ക ഫാൻ ഇവിടെ കിടന്ന് കേട്ടോ. ആറാട് പറയാ.